നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളന ചടങ്ങിൽ മികവ് പുലർത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും, രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തും നേടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരവും മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പും കോട്ടയം ജില്ലയിലെ വൈക്കവും കരസ്ഥമാക്കി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. മറ്റു സ്ഥാനങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മുട്ടാറും കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളിയും കരസ്ഥമാക്കി. മികച്ച മുനിസിപ്പാലിറ്റിയായി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരും, യഥാക്രമം 2-3 സ്ഥാനങ്ങളിലായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയും കണ്ണൂർ ജില്ലയിലെ ആന്തൂരും പുരസ്കാരത്തിന് അർഹരായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി. മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, PS സുഭാൽ, സുജിത് വിജയൻ പിള്ള, PC വിഷ്ണുനാഥ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്, കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത കർമ്മസേനയ്ക്കൊപ്പം കൈകോർത്ത കേരളത്തിലെ യുവത. കേരളത്തിലെ 14 ജില്ലകളിലും യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിനിൻ്റെ ഭാഗമാകാൻ വോളണ്ടിയർമാർ എത്തി. കേരളത്തിലെ യുവജനങ്ങൾക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും ഹരിതകർമ്മസേനയ്ക്കൊപ്പം ഒരു ദിവസം പ്രവർത്തിക്കാനുമാണ് യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ക്യാമ്പയിനിലൂടെ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അത് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിക്കാനും യുവജനങ്ങൾക്ക് സാധിക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന നടന്നത്. പങ്കെടുത്ത എല്ലാ യുവജനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഉയർന്ന ചെലവിൻ്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുത്. സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അപൂർവ ചികിത്സാ പദ്ധതിയായ കെയർ പ്രഖ്യാപനവും 42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 37 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചികിത്സയും മരുന്നും ഒരുക്കുന്നത് പോലെ പ്രധാനമാണ് രോഗപ്രതിരോധത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതും. പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐസൊലേഷൻ വാർഡുകൾ. ജില്ലയിലെ 6 ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഐസൊലേഷൻ വാർഡുകളാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. ആധുനിക മെഡിക്കൽ സൗകര്യത്തോടു കൂടിയ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരുക്കിയ ഐസൊലേഷൻ വാർഡുകളുടെ മാതൃകയിലാണ് ഇതും ഒരുക്കിയിരിക്കുന്നത്. അപൂർവ രോഗചികിത്സാ രംഗത്ത് കേരളത്തിൻ്റെ നിർണായകമായ ചുവടുവയ്പ്പാണ് കെയർ. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രം, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത്, പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, കടപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, പുതുക്കാട് താലൂക്ക് ആശുപത്രി, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത്, പുത്തൻചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, ചാലക്കുടി മുനിസിപ്പാലിറ്റി, ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രി എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ഐസൊലേഷൻ വാർഡുകൾ തുറന്നത്. ഓൺലൈനായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മസേന ക്യാമ്പയിൻ നടത്തി. ക്യാമ്പയിനിൽ തൃശൂർ കോർപ്പറേഷൻ ഹരിതകർമ്മ സേനാംഗങ്ങളുമായി ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വിവിധ മിഷനുകളിൽ നിന്നും എത്തിയ യുവജനങ്ങൾ സംവദിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും നല്ല അനുഭവങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ യുവജനങ്ങളുമായി പങ്കുവച്ചു. ക്യാമ്പയിനിൽ മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ കെ ബാബുകുമാർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ, കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ചേർന്ന് നടപ്പിലാക്കിയ ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തൃശൂർ ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായി എളവള്ളി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. ഗൂഗിൾ സർവേയിലൂടെ കണ്ടെത്തിയ ഗ്രാമപഞ്ചായത്തിലെ 1602 പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ നൽകിക്കൊണ്ട് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയവ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനായി പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ 14 പഞ്ചായത്തുകളിൽ ഒന്നാണ് എളവള്ളി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, സാക്ഷരതാ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നിർമ്മല R. ജോയ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു.
ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള അംഗൻജ്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ആഗോളതാപനം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2050 സംസ്ഥാനം കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനായി ആവിഷ്കരിച്ച നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് അംഗൻജ്യോതി. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലെ മുഴുവൻ അങ്കണവാടികൾക്കും ഊർജ്ജ കാര്യക്ഷമതാ ഉപകരണമായ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിതരണം നടത്തി. ഊർജ്ജ സംരക്ഷണത്തെപ്പറ്റി ബോധവാന്മാരായ പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിൽ അംഗൻജ്യോതി പദ്ധതിക്ക് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സീറോ കാർബൺ എന്ന വലിയ ലക്ഷ്യത്തിനൊപ്പം വരും തലമുറയ്ക്ക് ഉപയുക്തമാകുന്ന ആശയത്തെ ചെറുപ്രായത്തിൽ തന്നെ നേരിൽ കണ്ട് ബോധ്യമാകാൻ അംഗൻവാടികളിലൂടെ കുട്ടികൾക്ക് സാധ്യമാകും. അംഗൻവാടികളിൽ പൂർണ്ണമായും സോളാർ സംവിധാനം നടപ്പിലാക്കുന്ന പദ്ധതിയും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിൽ മാടക്കത്തറ, വരന്തരപ്പിള്ളി, വല്ലച്ചിറ, കൂഴൂർ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. കാലാവസ്ഥാ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങളാണ് നിവാരണ അതോറിറ്റി പുറത്തുവിടുന്നത്. ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊരട്ടി, കാടുകുറ്റി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. 3 പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമത്തിനാണ് പദ്ധതി മൂലം പരിഹാരമാവുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ കൊരട്ടി പഞ്ചായത്ത് പൂർണ്ണമായും, കാടുകുറ്റി പഞ്ചായത്ത് ഭാഗികമായും, മേലൂർ പഞ്ചായത്ത് പരോക്ഷമായും മുഴുവൻ കുടുംബങ്ങൾക്കും ആളോഹരി 100 ലിറ്റർ ശുദ്ധജലം പ്രതിദിനം എത്തിക്കാനാവും വിധം രൂപകൽപ്പന ചെയ്ത കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് നടന്നത്. തൃശൂർ ജില്ലയിലെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് 2ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകളുടെ വിതരണവും ശുചിത്വ സെമിനാറും സംഘടിപ്പിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്യുന്നത്. എല്ലാ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ജൈവമാലിന്യ സംസ്കരണ രീതികൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബൊക്കാഷി ബക്കറ്റുകളും റിംഗ് കമ്പോസ്റ്റും ബയോഗ്യാസ് യൂണിറ്റുകളും വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം 7ാം വാർഡിലെ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷയായി. വിവിധ വാർഡുകളിലായി ഉദ്ഘാടനം നടന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി ഹരിതകർമ്മസേനയ്ക്കായുള്ള 5 ഓട്ടോറിക്ഷകളുടെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് ഏറ്റുവാങ്ങി. നഗരസഞ്ചിക ഫണ്ടിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ജെം പോർട്ടലിൽ ബുക്ക് ചെയ്താണ് അജൈവ മാലിന്യ നീക്കത്തിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഓട്ടോകൾ എത്തിച്ചത്. ഇതിനായി ഹരിതകർമ്മസേനയുടെ 10 പേർക്ക് ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയായി വരുന്നു. ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ സത്യൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജലബജറ്റ് പ്രകാശനം ചെയ്ത് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്ത്. ഹരിത കേരള മിഷന്റെയും CWRDMന്റെയും സഹകരണത്തോടെ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ജലബജറ്റിന്റെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദിന് നൽകി നിർവഹിച്ചു. ഓരോ പ്രദേശത്തെയും ജലസ്രോതസ്സുകളുടെ പരിപാലനം ഉറപ്പാക്കി വെള്ളത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ശാസ്ത്രീയ രേഖയാണ് ജലബജറ്റ്. ഓരോ പ്രദേശത്തും ലഭിക്കാനിടയുള്ള വെള്ളത്തിൻ്റെ അളവ്, അവിടുത്തെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഉപഭോഗം എന്നിവയാണ് ജലബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷരതാ മിഷൻ ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ തിരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന ആദിവാസി പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇൻസ്ട്രക്ടർ പരിശീലനം ആരംഭിച്ചു. ജില്ലയിലെ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടത്തുന്നത്. ഇതിൽ 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇൻസ്ട്രക്ടർമാരാണ് ആദ്യ ബാച്ച് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ബത്തേരി ഡയറ്റ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സീത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ TK അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PV ശാസ്ത്രപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹായത്തോടെ തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു.
മൂന്നാം വർഷമാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. പന്തലൂരിൽ 1 ഏക്കറിലാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പയർ, വഴുതന, വെണ്ട തുടങ്ങി സംയോജിത പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വാർഡ് മെമ്പർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെടുമങ്ങാട് നഗരസഭയിൽ 3 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നു. നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭാ പരിധിയിൽ 3 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ജനങ്ങൾക്കും കയ്യെത്തും ദൂരത്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. നഗരസഭയിലെ പാറമുട്ടത്തും മണക്കോട് വാർഡിലെ കാവിയോട്ടുമുകളും കൊടിപ്പുറത്തുമാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഹരിത പെരുമാറ്റച്ചട്ട പാലനം ഉറപ്പാക്കിയ ജില്ലയിലെ 474 സ്ഥാപനങ്ങൾക്ക് ഹരിത സ്ഥാപനം പദവി. ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതചട്ടപ്പാലനവും ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ പരിശോധനാ ഫോറം അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ ഘടക സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. 1163 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 882 സ്ഥാപനങ്ങൾ ഗ്രേഡിങ്ങിന് അർഹത നേടി. വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ചുള്ള ഗ്രേഡിങ്ങിൽ 474 സ്ഥാപനങ്ങൾക്ക് A+ ഗ്രേഡുകൾ ലഭിച്ചു. ഈ സ്ഥാപനങ്ങൾക്ക് അംഗീകാരമായി സാക്ഷ്യപത്രം സമ്മാനിക്കും. വരും ദിവസങ്ങളിൽ താഴ്ന്ന ഗ്രേഡ് ലഭിച്ച 689 സ്ഥാപനങ്ങളിൽ 15 ദിവസത്തെ ഇടവേളകളിൽ തുടർ പരിശോധന നടത്തിയും അടുത്ത ഘട്ടത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഗ്രേഡിംഗ് നടപ്പാക്കിയും നിരവധി സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നതാണ് ഹരിത കേരള മിഷന്റെ ലക്ഷ്യം. മാമ്പഴ ഉൽപ്പാദനവും വിപണനവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന നൂതന ബഹുവർഷ പദ്ധതിയായ മാമ്പഴ സമൃദ്ധി മാമ്പഴ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കരകുളം ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത 1/2 ഏക്കർ സ്ഥലത്ത് കോട്ടുകോണം മാവിൻ തൈ നട്ട് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിസ്ഥലങ്ങളിലെ വന്യമൃഗശല്യം കണക്കിലെടുത്ത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ കർഷകരുടെ കൃഷി ലാഭകരമാക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കുരങ്ങ്, പന്നി തുടങ്ങിയ മൃഗങ്ങൾ അധികം നശിപ്പിക്കാത്ത മഞ്ഞൾ കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മാവിൻ തൈകളും കുറിയിനം തെങ്ങിൻ തൈകളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ കരകുളം, വെമ്പായം, ആനാട്, പനവൂർ, അരുവിക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ തരിശ് സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ സാധ്യമായ സ്ഥലങ്ങളിലും മറ്റ് കൃഷിയിടങ്ങളിലും മികച്ച ഇനം മാവിൻ തൈകൾ ശാസ്ത്രീയമായി ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് മാതൃകയിൽ നട്ടുപരിപാലിക്കുന്ന നൂതന പദ്ധതിയാണ് മാമ്പഴ സമൃദ്ധി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയ കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ 16.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കൗവായിക്കായലും അതിരിടുന്നതും ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായതും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയതുമായ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതുമായ തീരദേശ പഞ്ചായത്താണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. ഗ്രീൻ ക്ലീൻ വലിയപറമ്പ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ബൃഹത്തായ ലക്ഷ്യം മുൻനിർത്തി ഗ്രീൻ ക്ലീൻ വലിയപറമ്പ എന്ന പേരിൽ ശുചിത്വത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രഥമ പരിഗണന നൽകി പഞ്ചായത്തിലെ 13 വാർഡുകളിലുമായി 27 ഹരിതകർമ്മ സേനാംഗങ്ങളെ കുടുംബശ്രീ മുഖേന തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള മാതൃകാ പ്രവർത്തനം നടത്തിവരുന്നു. അവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ, ശുചിത്വ മിഷൻ, ഗ്രീൻ കേരള തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്നും ലഭ്യമാക്കി. മാലിന്യങ്ങൾ വലിച്ചെറിയുകയും കത്തിക്കുകയും കുഴിച്ചിടുകയും ചെയ്താൽ സംഭവിക്കുന്ന ദൂഷ്യഫലങ്ങൾ, പ്രവർത്തന കലണ്ടർ, മാലിന്യങ്ങൾ കത്തിച്ചാലും വലിച്ചെറിഞ്ഞാലുമുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹരിത കർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് മാസാമാസങ്ങളിൽ നൽകേണ്ടതും ഉൾപ്പെടുത്തിയ ബ്രോഷർ ജനങ്ങളും പഞ്ചായത്തും തമ്മിലുള്ള ധാരണാപത്രമായി കാര്യക്ഷമമായി നടത്തിവരുന്നു. ആയതിനാൽ യൂസർ ഫീ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും കൃത്യമായി ലഭിക്കുന്നു. 13 വാർഡുകളിലായി 15 മിനി MCFകൾ, ബോട്ടിൽ ശേഖരിക്കാൻ ബോട്ടിൽ ബൂത്തുകളും പഞ്ചായത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ MCFും സ്ഥാപിച്ചു. മാലിന്യങ്ങൾ എത്തിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ ഇലക്ട്രിക് വാഹനം വാങ്ങുകയും ഇതിലൂടെ വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്നു.
MCFലേക്ക് ആവശ്യമായ വെയിങ് മെഷീൻ സ്ഥാപിക്കുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം, കാലുറ, കയ്യുറ, കുടിവെള്ള സൗകര്യം, ടോയ്ലറ്റ് സൗകര്യം എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെയും ശുചിത്വ മിഷന്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പ്രത്യേക പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ODF+ പ്രഖ്യാപനം നടത്തി. ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് സോക്കേജ് പീറ്റ് പഞ്ചായത്തിലെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി നിത്യമുക്തി 2021 ക്യാമ്പയിനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദ്രവമാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും 1600 സോക്കേജ് പിറ്റുകൾ നിർമ്മിക്കാൻ ഭരണസമിതിയുടെയും തൊഴിലുറപ്പ് ജീവനക്കാരുടെയും യോഗം ചേർന്ന് തീരുമാനിച്ചു. വാർഡ് തലത്തിൽ കോർ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിന് മേറ്റുമാരുടെ യോഗം പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്തു. ഓരോ വീട്ടിലും നിർമ്മാണ സാധനങ്ങൾ എത്തിച്ചു നൽകാൻ ജനപ്രതിനിധികളും മേറ്റുമാരും നേതൃത്വം നൽകി. 2021 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സോക്കേജ് പീറ്റിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും നടന്നു. 2021 ഡിസംബർ 21 സോക്കു പീറ്റിന്റെ നിർമ്മാണ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുകയും ചെയ്തു. സോക്കേജ് പീറ്റിന്റെ ഭാഗമായി 17,000 തൊഴിൽ ദിനങ്ങളും 2,38,500,000 എക്സ്പെൻഡിച്ചറും ആയി. സോക്കേജ് പീറ്റുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് വീട്ടുപരിസരങ്ങളിലുണ്ടായിരുന്ന വൃത്തിഹീനമായ തരത്തിലുള്ള അടുക്കള മാലിന്യങ്ങൾ ഒഴുക്കിവിട്ട് രോഗവ്യാപനം ഉണ്ടാക്കുന്നത് തടയാനായി എന്നതാണ് സോക്കേജ് പീറ്റിന്റെ മേന്മ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സോക്കേജ് പീറ്റുകൾ നിർമ്മിച്ച പഞ്ചായത്ത് കൂടിയാണ് വലിയപറമ്പ. ഖരമാലിന്യ സംസ്കരണ രംഗത്ത് റിംഗ് കമ്പോസ്റ്റ്, ശുചിത്വ മിഷൻ, പദ്ധതി ഫണ്ട് എന്നിവയിലൂടെ മുഴുവൻ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പഞ്ചായത്ത്. അതോടൊപ്പം മുഴുവൻ വീടുകളിലും കമ്പോസ്റ്റ് പീറ്റും നൽകി വരുന്നു. സാനിറ്റേഷൻ കമ്മിറ്റികൾ 13 വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ശുചീകരണ ക്യാമ്പയിൻ നിരവധി തവണ നടന്നു കഴിഞ്ഞു. എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായ ഡ്രൈ ഡേ ആചരിക്കുന്നതോടൊപ്പം IEC ക്യാമ്പുകളും നടക്കുന്നു. പഞ്ചായത്തിലെ 8 വിദ്യാലയങ്ങളിലും ഘടക സ്ഥാപനങ്ങളിലും ബയോബിൻ നൽകാൻ പഞ്ചായത്തിന് സാധിച്ചു. തെളിനീരൊഴുക്കും നവകേരളത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടത്തിയ ജലപരിശോധനയിൽ ഈ കോളിയുടെ ആധിക്യം കണ്ടെത്തിയതിനെ തുടർന്ന് മുഴുവൻ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ വീടുകളിലും ശാസ്ത്രീയമായ സെപ്റ്റിക് ടാങ്ക് എന്ന പദ്ധതിയിലേക്ക് തുടക്കം കുറിച്ച് ഏകദിന സർവേയിലൂടെ കണ്ടെത്തിയ ഒറ്റക്കുഴി ടാങ്ക് എല്ലാം തന്നെ 1 വർഷത്തിനുള്ളിൽ സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത്. സ്വരാജ് ട്രോഫിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 1ാം സ്ഥാനം നേടിയ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേഖലയിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2021-22 സാമ്പത്തിക വർഷം പദ്ധതി ആസൂത്രണത്തിലും പദ്ധതി നിർവഹണത്തിലും ഏറെ നവീനമായതും മികവുറ്റതുമായിട്ടുള്ള പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളിലും പദ്ധതി നിർവഹണത്തിലും കേവലം ഫണ്ട് ചെലവാക്കുക എന്നതിലപ്പുറമായി സുതാര്യതയും ജനകീയതയും മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2021-22 വർഷത്തെ പദ്ധതി നിർവഹണത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 ആരോഗ്യ സ്ഥാപനങ്ങളാണ്. ഒന്ന് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയും മറ്റൊന്ന് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രവും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഡയാലിസിസ് കേന്ദ്രം. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ഇതിനകം തന്നെ 3 ഷിഫ്റ്റുകളിലായി രാത്രികാലങ്ങളിലടക്കം 49 കിഡ്നി പേഷ്യൻറ്റുകൾക്ക് ഡയാലിസിസ് പദ്ധതിയിലൂടെ പണം സ്വരൂപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജനകീയപരമായും സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള സ്നേഹപഥം സഞ്ചരിക്കുന്ന ആതുരാലയം എല്ലാ ദിവസവും നിർധനരായിട്ടുള്ള പാവപ്പെട്ട അശരണരായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി വീടുകളിൽ പോയി പരിചരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സഞ്ചരിക്കുന്ന സ്നേഹപഥം പദ്ധതിക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
ക്യാൻസർ രംഗത്ത് അതിജീവനം പദ്ധതി, ഏർലി ഡിറ്റക്ഷൻ സെൻറ്റർ ഉൾപ്പെടെ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതിജീവനം പദ്ധതി. ചെറുവത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക്കിൻ്റെ ഏറെ വൈകാരികമായിട്ടാണ് ഞാൻ ഈ ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക് പദ്ധതിയെ നോക്കിക്കാണുന്നത്. ഇവിടെ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഡിജിറ്റൽ എക്സ്റേ ഏതാണ്ട് 10 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവല്ല വിളിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏരിയ പോലും ഏതാണ്ട് ഒരു 25% 2 ആശുപത്രികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കുക. 21-22 വർഷം നമ്മൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങളിലും വരുന്ന 100 കണക്കിന് ജീവനക്കാരും ആ ജീവനക്കാരുടെ പിഞ്ചു കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ഏറെ വൈകാരികപരമായിട്ട് ഒരു സംതൃപ്തി ലഭിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഗ്രാമസഭ വഴി അപേക്ഷ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 15 പേർക്ക് മുച്ചക്ര വാഹനം നൽകാൻ ഈ സാമ്പത്തിക വർഷം നമുക്ക് കഴിഞ്ഞു. അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ യാത്ര ചെയ്യാനോ സ്വന്തം കാര്യത്തിന് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിനകത്ത് ഈ 15 പേർക്കും മുച്ചക്ര വാഹനം സ്കൂട്ടി നൽകിയപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സന്തോഷം എന്ന ഒരു നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് നാം ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ 2020-21 വർഷത്തെ ആർദ്രം പുരസ്കാരം സംസ്ഥാന തലത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളതെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. മൈലപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തുന്നത്? നമ്മുടെ മൈലപ്ര പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പഞ്ചായത്തിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി BPL ആയിട്ടുള്ള ആളുകൾക്ക് പരമാവധി തൊഴിൽ സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ മഴക്കുഴി നിർമ്മാണം, അതുപോലെ തന്നെ കല്ല് കയ്യാലിൻ ടെറസിങ്, അസോള കൃഷി, പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കൂട് നിർമ്മാണം, കാലിക്കൂട്, അത്തരത്തിലുള്ള പ്രവർത്തികൾ. പിന്നെ ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ കൂടുതൽ അവർക്ക് അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പരമാവധി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പുമായി ചേർന്ന് പരമാവധി ആളുകളെ, ഇപ്പം സംരംഭ വർഷമാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ സംരംഭങ്ങളിലേക്ക് ബോധവൽക്കരണം ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അതിദരിദ്രരെ കണ്ടുപിടിക്കുക അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ്ട് ഒരു 25 പേരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ചറിഞ്ഞ്, ഫുഡായിരിക്കും ചിലവർക്ക് ആവശ്യം, ചിലവർക്ക് ടോയ്ലറ്റ്, ഭൗതിക സാഹചര്യങ്ങളായിരിക്കാം. അത്തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അത്തരത്തിൽ പ്രൊജക്റ്റ് വെച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്യുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ വർഷവും നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുപോലെ പച്ചക്കറി കൃഷിയെ, അതുപോലെ തന്നെ വാഴ, കുരുമുളക്, പിന്നെ ഫലവൃക്ഷത്തൈകൾ ഇത്തരത്തിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശ് നിലങ്ങൾ കണ്ടെത്തിയിട്ട് കൃഷിയോഗ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പേരിലേക്ക് കോഴികളെ എത്തിക്കുന്നുണ്ട്. പിന്നെ പോത്തുക്കുട്ടി വിതരണം നടത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ മീൻകുളം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്യുന്നത്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ കുടുംബശ്രീ വഴി സ്ത്രീ ശാക്തീകരണമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്.
പിന്നെ അവർക്ക് വേണ്ടുന്ന അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പലപ്പോഴും ഇവർ ബോധവാന്മാരല്ല, എന്ത് സഹിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്ന പലരും. അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിയമങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ പലപ്പോഴും നടത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, സമൂഹത്തെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ പോലുള്ള വലിയൊരു സംഘടന വലിയ മാറ്റം സ്ത്രീകളുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കാണേലും ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, ബാലസഭ, കുടുംബശ്രീ വഴി ബാലസഭ പോലുള്ള ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിച്ച് അതുവഴി ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഈ മെൻസ്ട്രൽ കപ്പ് വിതരണം അത് ഈ വർഷത്തെ പ്രൊജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് പഞ്ചായത്തിൽ നിലവിലുള്ളത്? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുള്ളൊരു മേഖലയല്ല. 1-2 വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്കൊരു സാധ്യതയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഇപ്പോഴേ നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പം ഹരിതകർമ്മസേനയുടെ ഇടപെടൽ പലപ്പോഴും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ആദ്യമൊക്കെ. യൂസർ ഫീ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവർ വീട്ടിൽ ചെല്ലുന്ന ഉടനെ ആക്രി കൊടുത്താൽ ഇങ്ങോട്ട് പൈസ കിട്ടും, ഇതിപ്പോൾ അങ്ങോട്ട് കൊടുക്കണമല്ലോ. അത്തരത്തിലൊക്കെ ഒരുപാട് ഹരിതകർമ്മസേനകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷേ ഇപ്പം QR കോഡുകൾ പതിപ്പിച്ചും അങ്ങനെയൊക്കെ കൂടുതൽ സാങ്കേതിക വിദ്യകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് നമ്മുടെ കണ്ണിൽപ്പെട്ട ആര് വന്ന് പറഞ്ഞാലും അവരുടെ പേരൊന്നും നമ്മൾ വെളിപ്പെടുത്തത്തില്ല. നല്ല പിഴ 10,000 രൂപ തൊട്ടുള്ള പിഴ ചുമത്തിയിട്ടുണ്ട്. പിന്നെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമല്ല, എന്തായാലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു 70% യൂസർ ഫീ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ആരോഗ്യ മേഖലയിലെ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ വർഷം ആരോഗ്യ മേഖലയിൽ നടത്തിയ വിവ കേരള ക്യാമ്പ് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ആ ക്യാമ്പയിനിൽ സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനം നേടാനായിട്ട് സാധിച്ചു. ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് പൂർത്തിയാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് മലപ്ര ഗ്രാമപഞ്ചായത്തായിരുന്നു. പിന്നെ വാക്സിനേഷൻ യഥാസമയം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ അവർക്ക് വേണ്ടുന്ന സേവനങ്ങളൊക്കെയും ഇതുവഴി കൊടുക്കുന്നുണ്ട്. അംഗൻവാടി. പിന്നെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇടപെടലുകളുണ്ട്. കോവിഡിൻ്റെ സമയത്തൊക്കെ അത് ആശാപ്രവർത്തകരുടെ സേവനം എടുത്തു പറയേണ്ടതായിരുന്നു. അവരുടെ ശരീരം പോലും ആരോഗ്യം പോലും മറന്നുകൊണ്ടാണുള്ള പ്രവർത്തനമായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത്. എല്ലാ വീടുകളിലും കോവിഡ് ഉള്ളവരെ ശുശ്രൂഷിക്കാൻ പോവുകയും മെഡിസിൻസ് കൊണ്ട് കൊടുക്കുകയും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തടുത്തു നിർത്താൻ വേണ്ടി പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മളിപ്പോൾ മാറി വരുന്ന കാലാവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം സാധാരണ ഒരു വരൾച്ച ഉണ്ടാകുമ്പം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് മലപ്രയിലെ പല വാർഡുകളിലും. അപ്പം നമുക്ക് ഈ പഞ്ചായത്തിലൊരു തനത് ഫണ്ടിൻ്റെ വരുമാനം കുറവുള്ളത് കൊണ്ട് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സൗകര്യക്കുറവുണ്ട്. മറ്റു പഞ്ചായത്ത് പോലും വലിയൊരു പഞ്ചായത്തല്ല, ഒരു ചെറിയ പഞ്ചായത്താണ്. അപ്പം മാക്സിമം 1 ലക്ഷം രൂപ വരെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇപ്പം വരൾച്ചാബാധിത പ്രദേശമായിട്ട് കളക്ടറെ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും കുടിവെള്ളം എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ. പിന്നെ വെള്ളപ്പൊക്കമാണെങ്കിലും പണ്ട് കാലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം നമുക്ക് ആ പ്രദേശങ്ങളിൽ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ 2018 ശേഷം അവിടെ ഇവിടെയായിട്ട് മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്യുന്ന പാടമൊക്കെ മട പൊട്ടി പോയിട്ടുണ്ട്. കൃഷി അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പിന്നെ അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് കെട്ടി അത് നിലനിർത്തുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനവും പ്രവർത്തനവും ആവശ്യമായിട്ടുള്ളത്? നമുക്ക് എല്ലാ വാർഡിലും അങ്കണവാടികളില്ല.
അപ്പം സ്വന്തമായിട്ട് അങ്കണവാടികളുള്ളത് 3 വാർഡുകളിലേ ഉള്ളൂ. അപ്പം ബാക്കി 1-2 വാർഡുകളിൽ ഇപ്പോൾ സ്ഥലമായിട്ടുണ്ട്. അപ്പം 13 വാർഡുകളാണ് ഞങ്ങൾക്കുള്ളത്. 13 വാർഡിലും സ്വന്തമായിട്ടുള്ള ഒരു അങ്കണവാടി അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ സംരംഭങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വയോജനങ്ങൾക്കൊരു പകൽ വീട് ആലോചനയിലുണ്ട്. പിന്നെ സ്വന്തമായിട്ട് അവിടെ ഒരു പ്രദേശത്ത് കോളനികളൊക്കെ ധാരാളമുണ്ട്. ഒരു ശ്മശാനത്തിൻ്റെ അഭാവമുണ്ട്. അപ്പോൾ വസ്തു കണ്ടെത്തി ഒരു ശ്മശാനം നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം.